സൈഡിൽ കൂടെ പോകുന്ന കൊച്ചെണ്ണം കുറെ ചെറിയുന്നുണ്ട്. എനിക്ക് അത് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും റിവീൽ ചെയ്യണ്ടാ? എത്ര രൂപ മോട്ടിച്ചെന്നല്ലോ? എടാ ഞാൻ മോടിച്ചിട്ടില്ല. അന്നത്തെ ഉള്ള പരിപാടിയിലുള്ള ഫോൺ 17,000 രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നു. സിദ്ദിഖ് ഇത് വാങ്ങിക്കുമോ വാങ്ങിക്കില്ലേ എന്ന് കണ്ടു. സിദ്ദിഖ് ഇത് വാങ്ങിക്കുമോ ഇല്ലയോ? 390 എടുക്കണമെന്നുണ്ടായിരുന്നു. വിസ്മലിന് അവൻ്റെ പഴയ ലൈൻ്റെ ഓർമ്മകളൊക്കെ വന്ന് ഈ പാവേനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ ലിഫ്റ്റ് തിരക്കായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഡ്രിഫ്റ്റ് ആവുന്നതിൻ്റെ? കുറെ ആൾക്ക് ശേഷം നമ്മൾ ഞായറാഴ്ച ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ നമ്മളെ അപ്പി അജ്മലുണ്ട്, പിന്നെ നമ്മളെ സിദ്ദിഖുണ്ട്, വിസ്മലുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് നാളെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് അല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഇങ്ങനെ തെണ്ട ഇറങ്ങാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മാളിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, ചുമ്മാ വെറുതെ. എന്തിനാണ് നീ പോണത്? വെറുതെ പെമ്പിളറെ കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നത്. അപ്പൊ ഇനിയൊന്നും വേണ്ടില്ല. നമ്മളപ്പോ കുറച്ച് കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് 1 വർഷം ആയില്ലടാ. കറക്റ്റ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ആൾമോസ്റ്റ് 1 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മാറ്റങ്ങളൊക്കെ ആ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ ഇൻസ്റ്റയിൽ കൊടുത്തേ കണ്ടെങ്കിൽ അറിയാൻ പറ്റും. അജ്മലിനും സിദ്ദിഖിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. എനിക്കും പ്രത്യേകിച്ച് മാറ്റം വരുന്നതായിട്ട് തോന്നില്ല. ശരി, ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇവന് നല്ല രീതിക്ക് മാറ്റം വന്നാലും അന്ന് നല്ല രീതിക്ക് സ്കെൽട്ടായിരുന്നു. ജിമ്മിലൊക്കെ പോയി നല്ല രീതിക്ക് സൈസൊക്കെ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കൊടുത്തൊക്കെ കയറി കണ്ടേക്ക്. പിന്നെ ഗൈസ് നമ്മളെ കോളേജിൽ ഇപ്പൊ നമ്മളെ ഗ്യാങ്ങിലില്ലാത്ത ആരൊക്കെ ഉണ്ട്? ജാസ് നമ്മളെ ഗ്യാങ്ങിൽ അജാസ് എന്ന് പറഞ്ഞ പയ്യനൊക്കെ ഉണ്ടായിരുന്നു. അവനെ ഒന്നും കാണാനില്ല, വലിയ പോയിന്റാണ്. ബാക്കി കോളേജിലുള്ള ഗ്യാങ്ങിലൊരുത്തനെ പറ്റി വിവരങ്ങൾ പോലും ഇല്ല. നമ്മൾ മാത്രമേ കുറച്ചിങ്ങനെ എവിടെയെങ്കിലും ഇറങ്ങാനൊക്കെ ഉള്ളൂ. പിന്നെ മുബാരക്ക് ഉണ്ട്, അവനെ പറ്റി അന്നും വിവരമില്ല, ഇന്നും വിവരമില്ല, എന്നും വിവരമില്ല. നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഏത് സീറ്റാണ്? പാട്ടുണ്ടല്ലോ ചേട്ടാ, ഇതടിക്കും, കോപ്പിറൈറ്റ് അടിക്കും. ഇതിപ്പോ കോളേജ് ലൈഫിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ മാക്സിമം യാത്രകൾ പോവുക. ഓരോ നിങ്ങൾ മിസ്സാക്കുന്ന യാത്രകളും നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു നികത്താനാവാത്ത കുഴിയായിരിക്കും. ഇതിങ്ങനെയൊക്കെ എങ്ങനെയാ പറയുന്നത് ഓരോരുത്തന്മാര്? നമ്മൾ കാറിലാണ് പോണത്. അജ്മലിന്റെ കാർ ഏതാണ്ടാ? സ്വിഫ്റ്റ് ഡിസയർ. എനിക്ക് ഓടിക്കാൻ അറിയില്ല. നമ്മൾ ഇതുവരെയും വിസ്മലിന്റെ വാഗനറിലാണ് വന്നത്. ഈ സൈഡിൽ കൂടെ പോകുന്ന കൊച്ചെണ്ണം കുറെ ചെറിയുന്നുണ്ട്. എനിക്ക് കാര്യത്തിൽ മനസ്സിലാവുന്നില്ല. എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് തോന്നുന്നു സിദ്ദിഖ് പണ്ട് പ്രപ്പോസ് ചെയ്ത ഏതാ കൊച്ചാണെന്ന് തോന്നുന്നു. അവനെയാണെന്നൊന്നും ചെറിയുന്നത്. ഞാൻ എന്തായാലും ആ കൊച്ചിനൊന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല. നമ്മൾ മാളിലോട്ടാണ് പോകുന്നത്. പണ്ട് മാളിൽ കൊണ്ടുപോകത്ത ഞാൻ പിണങ്ങിന്നില്ല. അവിടെ കോളേജൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കാണുന്നുണ്ടെങ്കിൽ അറിയണം. ഞാൻ ഒരുപാട് പ്രാവശ്യം മാളിൽ പോയിട്ടുണ്ട്. എന്നെ പണ്ട് അങ്ങനെയില്ല, എന്നെ പണ്ട് മാളിൽ അവള് കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിണങ്ങിന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം മാളിൽ പോയിട്ടുണ്ട്. നീയാണ് പോകത്തത്. ഇവളിത് കാണണോ ഇതൊക്കെ? പിന്നെ ഒരിക്കലും മിണ്ടില്ല. ഇതൊക്കെ ഇടും. പേര് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അത് മാത്രമേ കട്ട് ചെയ്ത് കളയും. എന്റെ ബ്ലോഗ് എന്റെ ഇഷ്ടം. എനിക്കൊരു മൈലിനെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഇന്ദിരത്ത് എന്ന് പറഞ്ഞാൽ അവൻ അവിടെ പൈലറ്റ് ആണെന്നെങ്ങനെ എല്ലായിടത്തും പറയുന്നത്. അവൻ മറ്റേ മാലിന് മറ്റേ ചെറിയ ഉന്തുവണ്ടി ഓടിച്ചിട്ട് അടക്കുകയാണ്. പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഉച്ചയ്ക്ക് പനി വന്ന് എങ്ങനെയോ വീട്ടിൽ പോയില്ലെങ്കിൽ അവനെ കൂടെ കാണിച്ചു തരായിരുന്നു. വേറൊരുത്തുണ്ട് വീണ തൊലിയാറി കിടക്കുന്ന ഗോകുൽ. അവനെ കാണിക്കണ്ടേടാ? അങ്ങോട്ട് പോണടാ? വേണ്ട, തമ്പാനൂർ പോകണം. അത്രയും ദൂരെ പോയി അവന്റെ കിടപ്പ് കണ്ട് നമുക്ക് സഹിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഗ്യാങ്ങിൽ കറങ്ങാനൊക്കെ പറഞ്ഞ ആരുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നടാ? ഇന്ദ്രജിത്ത്, പിന്നെ ശ്രീജിത്ത്. ശ്രീജിത്ത് സിഗ്മ മെയിൽ കളിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കല്യാണത്തിൽ വെച്ച് കണ്ടായിരുന്ന ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്ന വിളമ്പാതിരുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ഗ്യാങ്ങിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. കോളേജ് കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനെയും കാണാൻ പോലും പോകുന്നില്ല. ആരാടാ? എവിടെ ഷിജി? എവിടെ ഇങ്ങെടുത്താടാ? നമ്മളെ ഷിജി വീണ് കിടക്കുന്ന വീഡിയോ പറ്റിയിലുണ്ട്. പിന്നെ ഈ അജ്മൽ സിദ്ദിഖൊക്കെ കോളേജിലെ പരിപാടി എന്ന് പറഞ്ഞ പൈസയൊക്കെ പിരിച്ചിട്ട് ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എടാ കോളേജ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും റിവീൽ ചെയ്യണ്ടാ? എത്ര രൂപ മോട്ടിച്ചെന്നല്ലോ? എടാ ഞാൻ ഒരു പൈസ മോട്ടിച്ചിട്ടില്ല. എനിക്ക് അന്തസ്സായി അതിനർത്ഥം അജ്മൽ പൈസ മോട്ടിച്ചിട്ടില്ല. അന്നത്തെ ഉള്ള പരിപാടിയിലുള്ള കമ്മീഷൻ മാത്രം. ഒരു കമ്മീഷനും ഇല്ലായിരുന്നു അതില്. നീയൊക്കെ കറങ്ങാൻ പോയ ഞാൻ അറിഞ്ഞാൽ എന്റെ പൈസ കൊണ്ട് അവിടെ ഇന്നോവ റെന്റിനൊക്കെ എടുത്ത് പോയത് അറിഞ്ഞല്ലേ? തെളിവ് മുള്ള എന്റെ കയ്യിൽ പോക്കറ്റ് പെൺഡ്രൈവിലുണ്ട്. എടാ അത് ഓണത്തിന് പിള്ളേര് പൈസ ഇട്ട് ട്രിപ്പിന് പോകൂലേ? നീ പറയാ വേറെ ആരോ പൈസ നോക്കി ആരോ പറയാനുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. പണ്ട് കോളേജൊക്കെ പഠിക്കുന്നത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഐഫോണൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു.
പിന്നെ അത് ഒരു ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഗുമ്മ പോയല്ലടാ. അത്യാവശ്യം എല്ലാ ഐഫോണും ഇപ്പൊ തന്നെ. നിന്റെ ഏതാ ഐഫോണ്? 15 Pro. ഇവന്റെ 15 S25 Ultra. ഇത്രയും ഇരുന്നിട്ട് നമ്മളിപ്പോ ഫോട്ടോ ഒന്നും എടുക്കാറ് പോലും ഇല്ല. ഞാൻ പിന്നെ ജസ്റ്റ് യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്റ്റോറി ഫോട്ടോ ഒന്നും സെപ്പറേറ്റ് എടുക്കാറൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പോണ വഴി കുറച്ച് പിക്കൊക്കെ എടുത്ത് വെക്കണം. ഇനി നമ്മളെ ഇൻസ്റ്റാ, ടെലിഗ്രാം, വാട്സാപ്പ് എല്ലാത്തിലും ഒറ്റ പിക്കായിരിക്കും കുറച്ച് കാലത്തേക്ക്. ഫൈനലി മാൾ ഓഫ് ട്രാവൻകൂറിൽ എടുത്തിട്ടുണ്ട്. ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ പീക്കോ മൈരൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടോട്ട് വന്നത്. ഗൈസ്, നമ്മൾ ഞായറാഴ്ചയാണ്, നല്ലേക്ക് ബ്ലോക്ക് ആണ്. പോത്താണല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ബ്ലോക്ക് ആയിട്ട് നമ്മളിത് കറങ്ങി അത്രയും ദൂരം കറങ്ങിയായിരിക്കും പോകുന്നത്. ആദ്യമായിട്ട് വന്നേണെന്ന് തോന്നുന്നു. 6:30 കൂടി നമ്മൾ മാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ നല്ലേക്ക് തിരക്കാണ്. പിന്നെ ഒരു ബായ് വന്നിട്ട് നമസ്കാരൊക്കെ പറഞ്ഞ നേപ്പാളി അല്ലേടാ, ഇതേ കണക്ക് ഒരു ബായാണ് എല്ലാം പറഞ്ഞത്. പാവം ഇന്നോട്ട് പണിക്ക് കയറിയിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ആത്മാർത്ഥത. നമ്മളിൽ ഇവിടെ ഇങ്ങനെ കറങ്ങി 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 ഏറ്റവും ടോപ്പിലോട്ട് പോകണം. ഇവിടെ ഒരു ബ്ലോക്ക് എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സൺഡേസ് ഇൻ ലുലു മാൾ കുറെ കറങ്ങി ഇറങ്ങി പോകണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്കിംഗ് ലോട്ടിൽ വരുന്നത്. ഞാൻ മിക്കുള്ള സമയത്തും ബൈക്കിലാണ് വന്നിട്ടുള്ളത്. വേറെ കൂട്ട പോകുന്നുണ്ട്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് പാർക്കിംഗ് ലോട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളാണ്. പിന്നെ വലിയ ട്രാവൽ വ്ലോഗായിട്ടൊന്നും എടുക്കേണ്ട, ജസ്റ്റ് നമ്മൾ ഈ ഒരു മൊമെന്റ്സ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും, അത് ഉറപ്പ് നിങ്ങൾക്കല്ലേ എനിക്ക്. പക്ഷേ ഈ എസ്കലേറ്റർ സ്റ്റക്കായി നിൽക്കുകയാണ്. നടന്ന് അജ്മൽ വലിയാഴ്ച കയറിയപ്പോഴാണ് സ്റ്റക്കായത്. പട്ടിയായി ഇവരെ ഫ്രണ്ടി വെച്ചിട്ട് ഇതുവഴി അപ്പോൾ പതുക്കെ അങ്ങ് നടക്കാം. ഇട്ട് കഴിഞ്ഞാൽ പല്ല് പോവും. ചെറുതായിട്ടില്ല മേടിച്ചത്. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പല്ല് വരെ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നില്ല, എങ്കിലും സിദ്ദിഖിന് ഷൂസ് നോക്കാൻ വേണ്ടി വന്നതാണ്. സിദ്ദിഖ് ഇഷ്ടമുള്ള എടുത്തോ, പൈസ ഞാൻ കൊടുത്തോ. ഓ, ക്രെഡിറ്റ് കാർഡ് ഇല്ല, അങ്ങ് അടച്ചോണ്ടാ മതി. ബഡ്ജറ്റ് നോക്ക്, 2000 രൂപ. എടുക്കണമെങ്കിൽ എടുക്കാം. ഇവിടെ എത്രയും കാശൊക്കെ ഉണ്ട്. സിദ്ദിഖിന് പൈസ ഒരു പ്രശ്നമല്ല, കാരണം ബാപ്പ ഒരുപാട് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അജ്മലിനും ഡ്രസ്സൊന്നും എടുത്തില്ലെങ്കിലും യുവമാർ ചുമ്മാ ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. ഇട്ട് നോക്കുന്നുണ്ട് സിദ്ദിഖ്. എല്ലാ സിദ്ദിഖിൻ്റെ വീട്ടിലാണ്. സിദ്ദിഖ് മാത്രമേ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ളൂ. സിദ്ദിഖ് പക്ഷേ നമ്മൾ കാണുന്ന പോലെയല്ല, കുറച്ച് ഏജ് കൂടുതലാണ്. ഇത്ര 26 26. അജ്മലിന് നല്ല ഏജാണ്. ഇതിൽ നമ്മൾ മാത്രമേ ഇതിലുള്ളൂ. മരക്കത്തി ഏജ് ഓവർ നെറ്റൊക്കെ പഠിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 23. ഇവന് ഇന്ന് രാവിലെ 23 ആയതേ ഉള്ളൂ. 5-ാം തീയതി 23 ആയതേ ഉള്ളൂ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ സ്റ്റുഡിയോയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇതെടുത്ത് ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറേ യൂണിഫോം പോലെ ആവും. ആ ചെരുപ്പൊന്നും കുഴപ്പമില്ലടാ. ഡ്രസ്സൊക്കെ ഇവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ വെളിയിറങ്ങുമ്പോൾ എല്ലാത്തിനും അതായിരിക്കും. പട്ടി പണിയെടുത്ത സിദ്ദിഖ് 17,000 രൂപയുടെ വാച്ചാണ് എടുത്തേക്കുന്നത്. പക്ഷേ പൈസയൊക്കെ വാരി എറിയുകയാണ്. സിദ്ദിഖിന് 21,000 ഫോൺ 17,000 രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നു. സിദ്ദിഖ് ഇത് വാങ്ങിക്കുമോ വാങ്ങിക്കില്ലേ എന്ന് കണ്ടു. സിദ്ദിഖ് ഇത് വാങ്ങിക്കുമോ ഇല്ലയോ? ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുക്കണമെന്നുണ്ട്, അവൻ എടുക്കണ്ടെന്നുണ്ട്. എപ്പോഴും എടുക്കുന്നതെന്ന് പറയത്തില്ല. പൊട്ടിയുടെ സിദ്ദിഖ് വല്ലപ്പോ അല്ലേ. അടുത്തായിട്ട് സിദ്ദിഖ് ഈ ഗൺ എടുത്തിരിക്കുകയാണ്. എത്ര നോക്കിയാടാ ബഡ്ജറ്റ്? 2,000 പണ്ട് ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാത്തിനും അടിച്ച് പൊളിക്കാതെ. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ചെറുതായിട്ട് ഏജ് ഓവറായി. അതൊന്നും വേണ്ട. നമുക്ക് RC ബൈക്കിൻ്റെ മിനിയേച്ചർ വേടാ. ഈ കാർ നിന്റെ നിനക്ക് ഓടിക്കാല്ലേ? കൊച്ചിന് വാങ്ങിക്കാൻ വേണ്ടി ശിവന്റെ കൊച്ചിനല്ല, അവന്റെ ചേച്ചിയുടെ കൊച്ചിനാണ്. പക്ഷെ ഇവന് ഫസ്റ്റ് സാലറി ഇട്ടുമ്പോഴത്തേക്ക് കൊച്ചു വലുതാവും. സോൾഡ് ഔട്ട്. SC സാധനം എല്ലാം സോൾഡ് ഔട്ട് ആണ്. 4x4 ആണോ ഇത്? പക്ഷേ ഇവനിപ്പോൾ തൊഴിലാളിയല്ല, ഒരു കടയുടെ മുതലാളിയാണ്. ഇവിടെ ഞാൻ മാത്രമേ മുതലാളിയല്ല, ചുമ്മാ നടക്കുന്നുള്ളൂ. സിദ്ദിഖും ജോലിയെ കളഞ്ഞ് മുതലാളിയായിട്ടാണ് തിരിച്ചു വന്നത്. അജ്മലിനും വലിയ ബിസിനസ് സാമ്രാജ്യം ദുബായിൽ അവൻ്റെ അച്ഛൻ കെട്ടിപ്പടുത്തിട്ടുണ്ട്. എടാ, ഇത് കൊച്ചു പിള്ളേർ കൊച്ചിലേക്ക് ഇത് അമ്മ കൊടിയാൻ കിട്ടിയ പൊളിയായിരുന്നല്ലേ. നിന്റെ ചേച്ചിയുടെ വെച്ചിനെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അമ്മക്ക് ഇത് പണ്ടി 12,000 ആ ബൈക്ക് കണ്ടാ. ഇത് 2 മാസം പോയി കഴിഞ്ഞാൽ കടയിൽ മര്യാദയ്ക്ക് പോയാൽ എനിക്ക് ഈ സാധനം എടുക്കാം.
ഇതെല്ലാം സോൾഡ് ആണ് കേട്ടോ. പേര് എഴുതി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ജെയിംസ് മേടിച്ചു. എടാ ഈ പേരുമ്പോ നീ കാറ് വാങ്ങിക്കണം, എന്നിട്ട് നീന്റെ ഉപയോഗിക്കണം. ഇതിന്റെ വലിയ കാറുണ്ടാകും. കൊച്ചിന്റെ 2ാമത്തെ വയസ്സിൽ അവൻ ഇത് വാങ്ങിക്കുന്ന പറഞ്ഞേക്കുന്നത്. എടാ ഇത് എടുക്കാടാ, ഇതാവുമ്പോ പിന്നെ കുറച്ചിട്ടേക്ക് അടിപൊളിയായിരിക്കും. വിസ്മലിന് അവൻ്റെ പഴയ ലൈൻ്റെ ഓർമ്മകളൊക്കെ വന്ന് ഈ പാവേനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ അവനെ തേച്ചൊട്ടിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നു. മിസ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കോളേജ് ക്രഷ് ഉണ്ട്. ക്രഷിനെ കണക്കത്തൊരു കൊച്ചിനെ തന്നെ ബ്ലാക്ക് ഡ്രസ്സ് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ക്ലിപ്പൊക്കെ എടുത്ത് അടിയിട്ട് എന്നുള്ളത് പറഞ്ഞു അത് എടുക്കാത്തത്. കറക്റ്റ് എൻ്റെ ക്രഷിനെ കണക്കല്ലേ എന്നാടാ ആ പെണ്ണ് നിന്നത്. ഒബ്വിയസ്ലി പിന്നെ ഒരുപാട് പേര് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ക്ലിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും അച്ഛൻ വെച്ച് അടി കിട്ടും. ഒരു ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു മിനിയേച്ചർ RC390 എടുക്കണമെന്നുണ്ടായിരുന്നു. ആ ചെറിയ സാധനം കൊണ്ട് വെച്ചിട്ട് വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ എടുക്കാൻ വേണ്ടി പ്രചോദനമാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഡുക്കാറ്റിയൊക്കെ ഉള്ളൂ. ഇത് വാങ്ങിച്ചു വെച്ചിട്ടും കാര്യമില്ല, പ്രചോദനം കിട്ടിയിട്ട് കാര്യമില്ല. ബൈക്ക് എടുക്കാൻ വേണ്ടി നടക്കുന്ന കാര്യമല്ല. ഇതിന് 800 രൂപ അടുപ്പിച്ച റേറ്റ് 2000 ആണ് ഗൈസ്. ഇത് എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വെക്കായിരുന്നു. അച്ഛൻ്റെ ആട്ടോ ഗൈസ്, ആട്ടോയും ഉണ്ട്. നമ്മൾ ആട്ടോ കൊണ്ടിടിച്ച ടിപ്പർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആക്സിഡൻറ്റ് ഇടിച്ച വണ്ടിയിലേ ടിപ്പറിൻ്റെ ഈ ബാക്കല്ല ഫ്രണ്ട് വച്ചായിരുന്നു. ആ വണ്ടിയാണ് ഇടിച്ചത്. അപ്പോൾ ഇടിച്ച വണ്ടിയും ഇടി കൊണ്ട വണ്ടിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കണ്ണു കാണിച്ചാ ഫയർഫോഴ്സിൻ്റെ ഇത് ഫയർഫോഴ്സ് ആണ്. കണ്ട ഫയർഫോഴ്സിനാണ് ഈ ഇത് കയറുന്നത്. കണ്ട ഇത് വെളി രാജ്യത്തെ ഫയർഫോഴ്സ് ആണ്. ഇവിടെ ഞാൻ ഈ മോളിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. പോണം ഈ കണ്ണോക്കടാ വെടി പോടാ കറക്കാൻ പറ്റും. ഇറങ്ങാൻ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കണേ. അങ്ങ് പോയി പണി വാങ്ങിക്കണ്ട. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അവിടെ അജ്മൽ എന്തോ അടുത്ത് ഗൈസ് അജ്മൽ വീട്ടിലത്തേക്ക് വേണ്ടി എന്തോ സാധനമൊക്കെ വാങ്ങി. എന്താണത് ഗൈസ് പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. കളയുന്നു അല്ലല്ല ഇതൊന്നും എന്നാണ്ട് അവൻ്റെ പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ അജ്മൽ ഇതേപോലെ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നായിരുന്നു. പക്ഷെ അത് ആരോ താങ്ങിക്കൊണ്ട് പോയി ഗൈസ്. ഇനി വണ്ടിയില്ല. നമുക്ക് പോയിട്ട് വേറൊരു വണ്ടിയും കൂടി എടുത്തിട്ട് വരാം. ഇനി ഇത് മതിയല്ലേ കിട്ടോ ഫസ്റ്റ് പർച്ചേസ്. സിദ്ദിഖ് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് സിദ്ദിഖ് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഡവ്, ഫേസ് ക്രീം അതേണത്തെ ഐറ്റംസാണ്. അജ്മൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അരിപ്പൊടി, മാവ് പൊടി. അജ്മൽ ഫുഡിനെ കോൺസെപ്റ്റാണ് നിൽക്കുന്നത്. ഇസ്മൽ അവൻ്റെ വീട്ടിലെ ചേച്ചിയുടെ മോന് വേണ്ടി എന്തൊക്കെ സാധനം വാങ്ങിക്കാനാണ്. ഞാൻ മാത്രം തൽക്കാലം ഒന്നും വാങ്ങിക്കുന്നില്ല, ചുമ്മാ നടക്കണം അവരുടെ കൂടെ. ഞാൻ വലിയ ദാരിദ്ര്യത്തിലാണ് ഇപ്പോൾ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ പയ്യനായിട്ട് സിദ്ദിഖ് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അജ്മൽ വീണ്ടും ഫുഡിൻ്റെ പരിപാടിയിലോട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് എടുത്താൽ ബിസ്ക്കറ്റ്, ഞാൻ സ്നിക്കേഴ്സ് ഒരു പാക്കറ്റിന് 97 നമ്മളപ്പോൾ ഇതുകൂടെ ഒരെണ്ണം എടുക്കുകയാണ്. നീ തരത്തില്ലടാ സ്നിക്കേഴ്സ്? ഈ സ്നിക്കേഴ്സ് ആൾറെഡി നമ്മൾ 2 എണ്ണം എടുത്തു കഴിഞ്ഞു. ലിഫ്റ്റ് തിരക്കായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ റോഡിൽ ഒരു കയ്യിലെടുത്ത് നടന്നു പോവുകയാണ്. യൂസഫ് അലി ഇത് കാണണമെന്നാണ് അജ്മൽ പറയുന്നത്. തള്ളി തുറേ അങ്ങോട്ടല്ല അവൻ്റെ താഴോട്ട് ഇങ്ങോട്ട് തുറന്നാണ്. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ വണ്ടി എവിടെയാടാ സിദ്ധിക്ക് ഇങ്ങോട്ട് സോറി അങ്ങോട്ട് സെറ്റ് നമ്മുടെ ഭാഗത്താണ്. അപ്പോൾ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി 4 ഷവർമയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഷവർമ കാണിച്ചാണ്ടാ 4 ഷവർമ എത്രയുടെ പറഞ്ഞു? 120 എത്ര? 120/4 എത്ര കൂട്ടി വയ്ക്കുമോ? അത് നമ്മൾ ഇവിടെ നിന്നല്ലോ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ട് അത്യാവശ്യം ഹെവിയായിട്ട് കഴിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഉച്ചയ്ക്ക് കാറ്ററിംഗ് പോയിട്ട് അവിടെ കുറേ മുടങ്ങ മൈരന്മാരെ കൊണ്ടായിരുന്നു. ചുമ്മാ നടന്ന് കാണാൻ കൊണ്ട് അടിച്ചോണ്ടിരുന്നു. അപ്പോൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി നല്ലേക്ക് ബീഫ് ബിരിയാണി കഴിച്ചു. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി വൈറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം. ഇത്രയും പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലും അജ്മൽ വീട്ടിൽ കൊടുക്കാനെന്നുള്ള വിധേയനെ അവന് തിന്നാൻ വാങ്ങിച്ചതാണ്. പിന്നെ സിദ്ദിഖ് കുറച്ച് കോസ്മെറ്റിക്സ്. ഷവർമ ഇങ്ങടുത്താണ്. ഇതാണ് നമ്മുടെ ഷവർമ. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ഇത് കട്ടായില്ലെന്നോ? പക്ഷേ ഇത് കട്ടായില്ല. നമ്മളിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാർ പാർക്കിംഗ് ഇന്നാണ് കഴിക്കുന്നത്. ഗൈസ് നമ്മൾ അജ്മൽ ഈ ഓരോ ഇറക്കവും ഡ്രിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. കാണിച്ചു തരാം. ഈ വീഡിയോയിൽ അത് കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യെങ്കിലും സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.
സൗണ്ട് കേട്ടാ അതുപോലെ അവന്മാരൊന്ന് പിടിച്ചോണ്ട് പോവേ. ഇപ്പൊ ടോക്കിയോ ഡ്രിഫ്റ്റ് കളിക്കുകയാണ്. ആരെ ഇടിച്ചൊന്നും വിടാനടാ, എനിക്ക് വൈകിട്ട് അകത്തേക്ക് കിടക്കാൻ. ഒന്നാമത് കുറച്ച് ശത്രുക്കളൊക്കെ ഉള്ളതാണ്. അവിടെ സ്കിഡ് ആവണേ 10 കിലോമീറ്റർ സ്പീഡ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഡ്രിഫ്റ്റ് ആവുന്നതിന്റെ? സിദ്ദിഖിന്റെ കാണിച്ച ലാസ്റ്റ് എന്നെ മാത്രം പിടിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് 10 കിലോമീറ്റർ ആണ് സ്പീഡ്. നമ്മൾ അതിന്റെ അകത്താണ് ഈ ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യല്ലേ, അതുപോലെ താഴെ പോടാ. ആ സൗണ്ട് കേട്ടോ. എനിക്ക് കാർ ഓടിക്കാറിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തേ. പക്ഷെ ഹെവി ലൈസൻസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തു. കാർ ഓടിക്കാറിയാത്ത എനിക്ക് ഹെവി ലൈസൻസ്, അത് എവിടത്തെ പരിപാടിയാണ്? അയ്യോ വേണ്ട, ലൈസൻസ് കട്ട് ചെയ്യും. സൗണ്ട് കേട്ടടാ. വേറൊരുത്തൻ നമ്മൾ കയറി പോകുന്ന വഴി ഇറങ്ങി വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവൻ മിക്കവാറും അവിടെ പെട്ട് അവിടെ വല്ല നീ കിടക്കും. എനിക്ക് വയറൊരുമാതിരി അവരുടെ വേണ്ടി കറക്കി. അവന് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ അതുവഴി ഇറങ്ങി ഇതുവരെ എത്തി. അവന് പണിയിട്ടൊന്നും നമുക്ക് നോക്കാം. കണ്ട ഈ ചേട്ടൻ മഴക്കോറുന്നുണ്ടോ? കണ്ട അവനൊക്കെ ചീത്ത ഒന്നല്ല. ഓ അങ്ങനെ അവനൊന്നും ബോധമില്ല എന്നുണ്ടെങ്കിൽ അവനെയൊക്കെ ചീത്ത വിളിക്കാൻ കേസ്. അവനെയൊക്കെയല്ല, അവനെ മാത്രം നമ്മൾ. പക്ഷെ ഇത് ബൈക്കിലാണ് വന്നിട്ട് ഒറ്റ പറഞ്ഞ ഊബിൽ പോയതിന് മഴ ന്യൂപ്പാട് വന്നേനെ. നമ്മളിപ്പോ സംസമയിൽ കയറാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞായറാഴ്ച ആയിട്ട് നമ്മളെപ്പോലെ എല്ലാവരും വാടിത്തിരിയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് തൊളി മഴ. നമ്മൾ അവിടെ ക്യാൻസൽ ചെയ്ത് പോണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാന്നുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴയാണ്. കാറിൽ പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. പക്ഷെ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ബൈക്കിൽ പോയ ഫീൽ അറിയണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കപ്പിൾസ് വന്നിട്ട് അവരടുത്ത് ചോദിച്ചാൽ മതി. ഈ സമയം നമ്മൾ ഫൈനലി ആസിഫി ബിരിയാണി വന്നിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ സലാഡ്, പിന്നെ വെള്ളത്തിൻ്റെ ഗ്ലാസ്സൊക്കെ വേറെ സെറ്റപ്പാണ്. വെളിയിൽ ബെസ്റ്റ് ബിരിയാണി എന്നൊക്കെ എഴുതുന്നത് ആ ബാഗ്. നമ്മൾ ഇവരെ തന്നെ സ്പെഷ്യൽ ചിക്കൻ മുഗളായ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത് കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ആസിഫി ബിരിയാണിയാണുള്ളത്. ഇത് സിൻസ് 1999 തൊട്ടേ ഉള്ള സെറ്റപ്പാണ്. സിദ്ദിഖിനെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് സമ്മർദ്ദം മുളത്തുകയാണ് പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടി. ഇത് ബെസ്റ്റ് ബിരിയാണി ഒന്നല്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ആസിഫി ബിരിയാണി സാധനം കൊള്ളാം. നമ്മൾ ആദ്യം 2 വാങ്ങിച്ചിട്ട് പിന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു. ചിക്കൻ മുഗളായി ബിരിയാണിയാണ് വാങ്ങിച്ചത്. അവിടെ ഒരു ബായ ഉണ്ടായിരുന്നു, നമ്മൾക്ക് എപ്പോഴും ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഫ്രം നാഗാലാൻഡ്. ഞാൻ രാവിലെ കാറ്ററിങ്ങിന് പോയി 600 ഉണ്ടാക്കി വൈകിട്ട് വന്ന് തിന്ന് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇനി കാറ്ററിംഗ് ഉള്ള സമയത്ത് ഞാൻ വരില്ല, ചെറിയൊരു വിഷമം. അപ്പം ഒന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.